ശേഷം ഇപ്പോൾ ജഡ്ജിക്ക് നേരെ വിധി പ്രസ്താവിച്ച ജഡ്ജിക്ക് നേരെ വ്യക്തിപരമായ ആരോപണങ്ങളും സൈബർ ആക്രമണവും ഒക്കെ ഉണ്ടാകും. അതിനെ എങ്ങനെയാണ് നിയമമന്ത്രി കാണുന്നത്? അത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം. ഇപ്പോൾ ഈ കേസിൽ തന്നെ ജഡ്ജിന്റെ കോടതിയെ സംബന്ധിച്ചുള്ള വ്യത്യസ്തത വന്നപ്പോൾ സർക്കാരും കോടതിയെ തന്നെ സമീപിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിനകത്ത് വേറെ കോടതി മാറ്റം വേണമെന്നുള്ള പ്രശ്നം വന്നപ്പോൾ സർക്കാർ അതിനൊപ്പം തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പലതരത്തിലുള്ള ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ, ജനപ്രതിനിധികളുടെ എത്രയോ അടുത്ത ബന്ധുക്കൾ നമ്മുടെ കോടതി നീതിന്യായ സംവിധാനത്തിലുണ്ട്. അവരെല്ലാം പുറപ്പെടുവിച്ച വിധികൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ. പക്ഷെ നമ്മൾ വ്യക്തികളല്ലല്ലോ കാണുന്നത്. നമുക്ക് വിധിയെ വിമർശിക്കാം, അത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മറ്റ് വിമർശനങ്ങൾ ഇപ്പോൾ അത് വളരെ തെറ്റായ രീതിയാണ്. ഒരു തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ വിധി പോലും വായിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് ആ നിഗമനങ്ങളിലേക്ക് കോടതി എത്തിയിട്ടുള്ളതെന്ന് പൂർണ്ണമായും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മൾ കാണുന്നത് അന്വേഷണ സംഘം പറയുന്നതും പ്രോസിക്യൂഷൻ പറയുന്നതും ഇത് ഈ രണ്ടാം ഭാഗം സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം 1512 പേജുള്ള 5 വോള്യമുള്ള നോട്ട് ഉൾപ്പെടെ സമർപ്പിച്ചിരുന്നു. അത് പര്യാപ്തമാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഗവൺമെന്റ് അതുമായി ചർച്ച ചെയ്യുമ്പോൾ ഉള്ള അഭിപ്രായം അപ്പീൽ പോകണം എന്നുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലുള്ളത് സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇപ്പോൾ വരുന്ന അത്തരം പ്രചാരവേലകൾ അത് വളരെ ഗൗരവമുള്ളതാണ്. ഇപ്പോൾ നിയമത്തിന് മുൻപിൽ 4 പേരും അവർ കുറ്റവാളികളല്ല, കുറ്റവിമുക്തരായി കഴിഞ്ഞിരിക്കുന്നു. അവർ അപ്പീൽ പോകുമ്പോഴാണ് ഇനി അവരെ സംബന്ധിച്ച് വരുന്നുള്ളൂ. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയ രീതികൾ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ദുർബലപ്പെടുത്താനാണ്. നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഈ കോടതി ശരിയായ രൂപത്തിലല്ല കാര്യങ്ങൾ കേൾക്കുന്നതെങ്കിൽ ആ ഘട്ടത്തിൽ പറയാനുള്ള അവകാശമുണ്ട്. അത് അതിജീവിത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റും ശക്തമായി തന്നെ അതിനൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ വാദം അംഗീകരിച്ചില്ല. അവർ വിചാരണ കോടതിയിൽ വിശ്വാസം പുലർത്തുകയാണ് ഹൈക്കോടതിയും ഉന്നത നീതിപീഠവും ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അത് സംബന്ധിച്ചുള്ള അധ്യായം അതോടുകൂടി ക്ലോസ് ചെയ്തു. കാരണം നമ്മുടെ രാജ്യത്ത് ഹൈക്കോടതിയും തുടർന്ന് ഉന്നത നീതിപീഠവും ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സംബന്ധിച്ച് എല്ലാ വശവും ആണല്ലോ അവർ പരിശോധിക്കുന്നത്. നമുക്ക് അതിന് മുകളിൽ മറ്റൊരു അഭിപ്രായം പറയാൻ ആർക്കും അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.